ഡൈനോസറുകളിൽ മാംസഭോജികളായവരും അവർ വേട്ടയാടിയിരുന്ന സസ്യഭുക്കുകളായ ഡൈനോസറുകളും സ്കോട്ട്ലൻഡിലെ ഒരു തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ എത്തിയിരിക്കാമെന്ന് പുതിയ കണ്ടെത്തൽ. 167 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മാംസഭോജികളായ മെഗലാസോറുകൾ നീണ്ട കഴുത്തുള്ള സൗറോപോഡുകളെ വേട്ടയാടിയിരുന്നു. എന്നാൽ പുതുതായി തിരിച്ചറിഞ്ഞ ഇവയുടെ കാൽപ്പാടുകൾ പരിശോധിക്കുമ്പോൾ രണ്ടിനും ഡൈനോസറുകളും ഒരേ ജലാശയം ഉപയോഗിച്ചിരിക്കാമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴൊക്കെ കാണുന്നത് പോലെ മൃഗങ്ങൾ ജലാശയം ഉപയോഗിക്കുന്നതിന് സമാനമാണ് ഇതെന്നും എഡിൻബർഗ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു. സ്കോട്ട്ലൻഡിലെ സ്കൈദ്വീപിലാണ് ഒരു കൂട്ടം ഡൈനോസർ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. പ്രിൻസ് ചാൾസ് പോയിന്റ് എന്ന സ്ഥലത്താണ് 130ലധികം ഡൈനോസർ കാൽപ്പാടുകൾ ഉള്ളത്. സ്കൈദ്വീപ് സ്കോട്ട്ലൻഡിലെ ഏറ്റവും വലിയ ഡൈനോസർ സഞ്ചാരപാതയാണ്. കാൽപ്പാടുകളുടെ അകലം പരിശോധിക്കുമ്പോൾ സൗറോപോഡ് എന്ന ഇനം ഡൈനോസറുകൾ മണിക്കൂറിൽ ഏകദേശം 2.5 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. ജീപ്പിന്റെ വലിപ്പമുള്ള മെഗലാസോറുകൾ മണിക്കൂറിൽ ഏകദേശം 8 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുമെന്നും ഗവേഷകനായ ടോൺ ബ്ലെസ്കി പറയുന്നു. ഈ ഡൈനോസറുകൾ ഏകദേശം ഒരേ സമയത്ത് തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നുവെങ്കിലും കാൽപ്പാടുകൾ ഇവ ഒരേ സമയം ജലാശയം ഉപയോഗിച്ചതിന് തെളിവ് നൽകുന്നില്ല. അങ്ങനെയായാൽ സൗറോപോഡുകൾക്ക് വൻ ദുരന്തം സംഭവിച്ചിരിക്കാമെന്നും ബ്ലെസ്കി പറയുന്നു. കൂടുതൽ കാൽപ്പാടുകൾ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഗവേഷകർ.